ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിത് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ലോക മൂവി കാണാൻ പോയിട്ടുള്ള അന്നത്തെ ദിവസത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ഡേയ്സ് ആയി ലോക മൂവി കാണാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ സീറ്റ് ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ സീറ്റ് നമുക്ക് കിട്ടില്ല ആ ഒരു റോല്. അങ്ങനെയൊക്കെ ആയിട്ട് അതിങ്ങനെ നീങ്ങി നീങ്ങി ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ കുറച്ച് ഡേ ആയി ഞങ്ങൾ കണ്ടിട്ട്, ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആയി പോയതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മൂവി കണ്ട് റുവ ബേബിനായിട്ട് പോയിട്ടുള്ള സെക്കൻഡ് മൂവിയാണ് കേട്ടോ ഇത്. അപ്പോൾ റുവ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിൽ ഭയങ്കര സൗണ്ടൊക്കെ വരുന്ന സമയത്ത് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവൾക്ക് ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് അവൾ അത് അങ്ങനെ നോക്കിയിരിക്കൂട്ടെ. അങ്ങനെ വലിയ ശല്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂവി എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക് ടൈം ആയപ്പം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റുവ ബേബിക്ക് ഞാൻ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചിപ്സും കഴിച്ച് റുവ ബേബി ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ബാക്കി ഹാഫും കൂടി കണ്ട്. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സാധനം. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഫിലിം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മളത് ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേഷനിൽ കണ്ടോണ്ടേയിരിക്കും. അതിൽ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയില്ല, ഫൺ ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. കുറെ നമുക്ക് ചിരിക്കാനും അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് ഇങ്ങനെ ആയിരിക്കും ഫിലിം വരിക എന്നുള്ളത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ ഹൈപ്പൊക്കെ കൊടുത്ത പോലെ നമ്മള് പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായി എന്നല്ലേ പറയാനുള്ള, അല്ലാണ്ട് ഒട്ടും ഡിസപ്പോയിന്റഡ് ആയില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ലോക ഫിലിം കണ്ടോക്കാം. റുവ ബേബിക്ക് ഇഷ്ടായ ഫിലിം? ഇഷ്ടായ? സൂപ്പർ ഫിലിമാ പറയാ. അങ്ങനെ പിന്നെ നമ്മൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഉച്ചക്കലത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു 4 മണിയൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ദ ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൽ കണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇക്കുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളേജ് ഫ്രണ്ട്സ്. അപ്പോൾ അവരിവിടെ ഈ റിസോർട്ടിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യാനല്ല വരുന്നത്, നമ്മൾ ജസ്റ്റ് അവരൊക്കെ കണ്ട് കുറച്ച് ടൈമൊക്കെ ചില്ല് ചെയ്തിട്ട് രാത്രി തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തൃശ്ശൂർ ഇത്രയും അടിപൊളിയായിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മളെപ്പോൾ ട്രിപ്പ് പോകാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ നമ്മളെ ഈ ഒരു ഭാഗത്തൊന്നും നോക്കില്ല, നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോകാനാണ് നോക്കലിട്ട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും പ്ലാൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് അവർ ഒരു പ്രോഗ്രാം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പോളിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഒരു ബേബി ഷവർ കൂടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രായത്തിൽ നീയും എക്സ്പീരിയൻസിൽ അവരും
റിസോർട്ടിന്റെ അവിടുന്ന് മുകൾക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ 2 സ്വിങ് ഉണ്ടായിരുന്നു ട്ടോ. അത് കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഭംഗി തോന്നി. ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ സ്വിങ്ങിൽ ഇരുന്നിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാട്ടാ. റുവ ബേബി ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ആരടുത്തും പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഇതേ ഇവരുടെ അടുത്തേക്ക് പോയി നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചു പോകണം. അപ്പോൾ പിന്നെ ഇവർ യാത്ര പറഞ്ഞിട്ട് തിരിക്കുകയാണ്. കാരണം അവർക്ക് വീട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഒരു വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേഗം എത്തണം എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്, എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷമാണ് നമ്മളുടെ ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇക്കു സെറ്റായിട്ട് അതിനുള്ള ഡ്രസ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈം എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ തകർക്കായിരുന്നു. അപ്പോൾ റുവ ബേബി കുറേ നേരമൊന്നും പോയില്ല കേട്ടോ. പിന്നെ കുറച്ച് കാലൊക്കെ ഇട്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ അതിൽ പോവാനൊക്കെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൽ കളിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുന്നപ്പം വീണ്ടും അവൾക്ക് അതിൽ പോകാൻ വേണ്ടിയിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുണ്ടായിരുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നില്ല സ്വിമ്മിംഗ് പൂളിൽ, ഒരു ചെറിയ വാം വാട്ടർ ആയിരുന്നു. അത് കാരണം അവൾക്ക് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സ്വിമ്മിംഗ് പൂളിലുള്ള ടൈമിൽ തന്നെ ഫസ്റ്റ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടർ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡ്രാഗൺ ചിക്കൻ, പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രിപ്പ് കഴിച്ച് കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ മെയിൻ കോഴ്സ് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ കഴിച്ച് പിന്നെ ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്തായാലും അന്നത്തെ ആ ഒരു ഡേ എല്ലാവരും ഒന്നിച്ച് നന്നായി എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.